സമന്മാരാ ചുങ്കത്തറ എത്തുമ്പോൾ. അപ്പം ഇപ്പം നമ്മളെ ആദ്യത്തെ എണ്ണിപ്പോരുന്ന വഴിക്കടവ്, മൂത്തേടം, ഇനി എടക്കരയിലേക്ക് വരുമ്പോഴും UDF വലിയ രീതിയിൽ പോത്തുകലുണ്ട്. അതെ, പോത്തുകലുണ്ട്. എം സ്വരാജിന്റെ മണ്ഡലമാണ്. പക്ഷേ അപ്പോഴും പറയാൻ പറ്റില്ല, VS ജോയിയുടെ മണ്ഡലമാണ്. അപ്പം അതെങ്ങനെ ആർക്കും ഇത് ആർക്കൊപ്പമായിരിക്കും? VS ജോയിക്ക് കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എം സ്വരാജിന്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തെ ഉയർത്തിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത്. ശക്തനായ സ്ഥാനാർത്ഥിയാണ് LDF ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിപ്രഭാവം അവിടെ വോട്ടായി തിരിയുമോ, അല്ലെങ്കിൽ VS ജോയിക്ക് അവിടെ വോട്ട് കൂടുതൽ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ VS ജോയിയുടെ ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, UDF നിന്ന് വോട്ടുകൾ ചോരുമോ എന്നുള്ളതൊക്കെ ആശങ്കകളൊക്കെ ഉണ്ട് എല്ലാ ക്യാമ്പുകളിലും. ഇടത് ക്യാമ്പിലാണെങ്കിലും അതോടൊപ്പം തന്നെ UDF ക്യാമ്പുകളിലാണെങ്കിലും ഇപ്പോൾ നിലവിലെ സാഹചര്യം 4771 വോട്ടുകൾക്ക് മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ അത്രത്തോളം മുന്നോട്ട് തന്നെ, ലീഡ് മുന്നോട്ട് തന്നെയാണ്. 5 റൗണ്ടുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 4773 വോട്ടുകളുമായി ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അൻവർ ഫാക്ടർ ഇനി മുന്നോട്ട് അൻവർ ഫാക്ടർ വർക്ക് ചെയ്യുന്നതാണ്. ഇതുവരെയുള്ള അൻവർ ഫാക്ടർ നല്ലോണം വർക്ക് ചെയ്തു. 6000-ത്തിലധികം വോട്ടുകൾ. 5 റൗണ്ടായി അൻവറിന്റെ വോട്ട് വീതം നോക്കുകയാണെങ്കിൽ ശരാശരി 1200 വോട്ടുകൾ ഒരു റൗണ്ടിൽ വെച്ച് കിട്ടിയെന്നത് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. അത് ഒരു പ്രധാനമായും കാണേണ്ട കാര്യമാണ്. കാരണം ഇത്രയും ഒരു വലിയൊരു കുതിപ്പ് UDFന് ഉണ്ടെങ്കിൽ പോലും വോട്ട് വീതം കുറയുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ അവിടെ എല്ലാം തന്നെ ഒരു 1200 വോട്ടുകൾ വെച്ച് നമ്മളൊരു ശരാശരി നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ടിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ള വലിയ കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും. എന്തായാലും 4173 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നു. 4173 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു. 5 റൗണ്ട് പൂർത്തിയായപ്പോൾ 4173 വോട്ടിനെ കുതിച്ചു കയറി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും തൊട്ട് പിന്നിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയുണ്ട്. അതിന് പിന്നിൽ കൃത്യമായ ഒരു ഫാക്റ്റായി തന്നെ, കൃത്യമായ ഒരു ഘടകമായി തന്നെ PV അൻവറും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ വോട്ടെണ്ണലിൽ ഏറ്റവും പ്രധാനമായ ഒരു സാന്നിധ്യം അറിയിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. തൊട്ട് പിന്നിൽ NDA സ്ഥാനാർത്ഥിയുമുണ്ട്. NDAയുടെയും വോട്ട് വിഹിതം കുറഞ്ഞു എന്നതാണ് പ്രകടമാവുന്നൊരു കാര്യം. 4173 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു. 4173 വോട്ടിനെ മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും കൃത്യമായ രീതിയിൽ അവർക്ക് വോട്ട് വിഹിതം മെല്ലെയാണെങ്കിലും ചെറുതായി ഉയർത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നേരത്തെ നിന്നും വ്യത്യസ്തമായി 5 റൗണ്ട് പൂർത്തിയായപ്പോൾ ഒരു വ്യക്തമായ ലീഡ് UDFനോടെ നേടിയെടുക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. തീർച്ചയായും 4000 എന്ന നിലയിലേക്ക് അവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം ഉയരുന്നു. ഏതായാലും അടുത്ത 5-ാം റൗണ്ട് എണ്ണി തുടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ പഞ്ചായത്ത് മൂത്തേടം പഞ്ചായത്ത്, അത് UDFന്റെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ അവിടെ 1803 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFന് ഉണ്ടായിരുന്നത്. ഇത്തവണ 2016 ആയിരുന്നപ്പോൾ അത് 218 ആയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ തവണ എത്തുമ്പോൾ 2021 എത്തിയപ്പോൾ 1803 ഉയർന്നു. അത് തന്നെയാണ് UDFനെ സംബന്ധിച്ച് മൂത്തേടത്തിന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നിലവിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. അവിടെ 12 സീറ്റുകളാണ് UDFന് ഉള്ളത്. അവിടെ UDFന്റെ ഒരു വളരെ ഉരുക്കുകോട്ട തന്നെ എന്ന് പറയാൻ വേണ്ടി കഴിയും. ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മുത്തേടത്ത് നേടുന്ന വോട്ടുകൾ ഇനി വഴിക്കടവിൽ ഉണ്ടാക്കിയ ക്ഷീണം മറികടക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ഏതായാലും 10,000-ത്തിനടുത്തേക്കുള്ള ഭൂരിപക്ഷം എത്തുമോ എന്നുള്ളൊരു സംശയം നിലവിൽ നിൽക്കുന്നു. ഏതായാലും 4173 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് മുന്നിൽ നിൽക്കുന്നു. വോട്ട് നില ഇങ്ങനെയാണ്. നിലവിൽ അവസാനത്തെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ 19,849 UDF. അതുപോലെ തന്നെ LDFിലേക്ക് വരുമ്പോൾ 16,078 LDF സ്ഥാനാർത്ഥി എം സ്വരാജ് 5-ാം റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ 16,078 വോട്ട് എം സ്വരാജിന്. PV അൻവർ, മുൻ MLA, ഈ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയ PV അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയെങ്കിലും അത് തള്ളപ്പെട്ടു. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവറിന് ആദ്യ 5 റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ അത് 6,633
236 എന്ന നിലയിലാണ് PV അൻവർ പോകുന്നത്. 2271 വോട്ട് NDAയുടെ മോഹൻ ജോർജ്. 2271 വോട്ടിന് NDAയുടെ മോഹൻ ജോർജും ഇപ്പോൾ കുതിപ്പ് അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോക്ക് തുടരുന്നു. ഏതായാലും ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ആദ്യം നിമിഷം മുതൽ ഇപ്പോൾ സമയം 9:30 ഈ ഏതാണ്ട് 1.5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ ആദ്യ നിമിഷത്തിൽ തുടങ്ങിയ മുന്നേറ്റം ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴും തുടരുന്നു. 4000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നു. തൊട്ടു പിന്നാലെ LDF ഉണ്ട്. മൂത്തേടം പഞ്ചായത്ത് ഉൾപ്പെട്ട ബൂത്തുകളിലെ വോട്ടുകളാണ് 5ാം റൗണ്ട് മുതൽ എണ്ണുന്നത്. 47 മുതൽ 70 വരെയുള്ള ബൂത്തുകളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ വോട്ടുകൾ ഇപ്പോൾ എണ്ണുമ്പോൾ 4235 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അവിടെ ലീഡ് തുടരുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് 4235 19,849 വോട്ടുകളും ആര്യാടൻ ഷൗക്കത്ത് നേടുന്നു. 5ാം റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. അതെ, തീർച്ചയായും ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ കുതിപ്പ് തുടരുമ്പോൾ NDAക്ക് അവിടെ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വോട്ട് അങ്ങോട്ട് ഉയർത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ നിലവിൽ. മോഹൻ ജോർജ് അങ്ങനെ ഒരു അവിടെ ഒരു പ്രശ്നം ഇത്തരത്തിൽ ഈ ഒരു വോട്ടിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFിൽ നിന്ന് പല വോട്ടുകൾ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വാദങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും ആര്യാടൻ ഷൗക്കത്ത് മികച്ച രീതിയിൽ ഇപ്പോൾ 4235 വോട്ടുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അൻവർക്ക് കൊണ്ടുപോയത് 14% UDFന്റെ വോട്ടാണെന്നുള്ളതാണ്. 14% വോട്ട് ആദ്യ 5 റൗണ്ട് കഴിയുമ്പോൾ PV അൻവർ നേടിയെന്നുള്ള കണക്കുകൾ കൂടി വരുന്നു. 4235 ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് 4235 വോട്ടുകൾക്ക് UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നേറ്റം തുടരുന്നു. 5ാം റൗണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴും ഈ 5 റൗണ്ടുകളിലും കൃത്യമായ ലീഡ് നിലനിർത്തി ആര്യാടൻ ഷൗക്കത്ത് UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് ഇതാ മുന്നോട്ട് പോക്ക്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോകുന്നു. നിലമ്പൂർ കളരിയിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നേറ്റം ഇപ്പോൾ തുടരുന്നു. അവിടെ M സ്വരാജും അതുപോലെ തന്നെ PV അൻവറുമായുള്ള പടവെട്ട് തുടരുന്നു. അപ്പോൾ ഈ 5 റൗണ്ടുകൾ തുടരുമ്പോഴും പടവെട്ടിൽ ഈ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും പേര് കൊടുത്തത് നിലമ്പൂരിലെ പോര് എന്നുള്ളതാണ്. ആ പോരിൽ ഇപ്പോഴും UDFന്റെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മുന്നിൽ നിൽക്കുന്നു. ചെറുതായി വോട്ട് കുറഞ്ഞു എങ്കിൽ പോലും മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും. 9 തവണ ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ സ്വന്തമായിരുന്ന മണ്ഡലം, കോൺഗ്രസിന്റെ സ്വന്തമായിരുന്ന മണ്ഡലം, UDFന്റെ സ്വന്തമായിരുന്ന മണ്ഡലം ഇതാ ഇക്കുറി UDF അത് തിരിച്ചു പിടിക്കുമോ? ഇടവേളയ്ക്ക് ശേഷം PV അൻവർ എന്ന വൻമരം അവിടെ നിന്ന് മാറിയതിനു ശേഷം തിരിച്ച് എത്തുമോ UDFിലേക്ക് നിലമ്പൂർ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏറ്റവും തങ്ങളുടെ കോട്ട അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDF ലക്ഷ്യമിടുന്നത്. UDFന്റെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ യുവ നേതാക്കളടക്കം എല്ലാവരും ഈ പ്രചരണ കാലത്ത് നിലമ്പൂരിൽ വളരെ സജീവമായിരുന്നു. KPCC അധ്യക്ഷനടക്കമുള്ളവർ. അങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെയാണ് UDF അവിടെ പ്രവർത്തിച്ചത്. വിജയത്തിൽ കുറഞ്ഞൊന്നും അവിടെ UDF പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ UDF അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത് VD സതീശനാണ്. VD സതീശന്റെ നിലപാട് അവിടെ ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും ഉറച്ചു നിന്നൊരു കാര്യം, PV അൻവറിനെ പോലൊരാളുടെ വിലപേശലിന് നിന്ന് കൊടുക്കരുത്, ആ വിലപേശൽ അംഗീകരിക്കരുത് എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. അതിൽ ഉറച്ച് VD സതീശൻ മുന്നോട്ട് പോയി. ഏതായാലും അത് ഫലം കാണുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. വഴിക്കടവ് അതോടൊപ്പം തന്നെ മൂത്തെടുത്ത് ഇത് രണ്ടിടങ്ങളിലും വ്യക്തമായൊരു പ്രതീക്ഷിച്ചൊരു മുന്നേറ്റമാണ് UDFിനെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പറയേണ്ടത്. ഇനി വരാനിരിക്കുന്നത് LDF ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ എങ്ങനെയാണ് അവിടുത്തെ മുന്നേറ്റം, അല്ലെങ്കിൽ ആ മേഖലയിലെല്ലാം തന്നെ ഏത് രീതിയിലാകും LDF വോട്ട് പിടിക്കുക എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഫലത്തെ സ്വാധീനിക്കുമെന്നതാണ് പ്രധാനമായും പറയേണ്ടത്. എന്തായാലും തൊട്ട് പിന്നിൽ M സ്വരാജ് 13,049 വോട്ടുകളുമായി തൊട്ട് പിന്നിലുണ്ട്. ഷൗക്കത്തിന്റെ തൊട്ട് പിന്നിലുണ്ട്. അതിന് പിന്നിലായി 6,000-ലധികം വോട്ടുകൾ നേടി
PV അൻവർ ഒരു ശക്തമായ ഒരു സാന്നിധ്യമായി തന്നെ PV അൻവർ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. 4434 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നത്. 14% വോട്ട് നേടിയിരിക്കുകയാണ് PV അൻവർ എന്നതാണ് പറയുന്നത്. 5 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. അതിൽ ഒരു മുന്നേറ്റം 4434 വോട്ടുമായി ഒരു മുന്നേറ്റം ആര്യാടൻ ഷൗക്കത്തിന്റെ UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. 6 റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ വ്യക്തമായ ലീഡ് നേടിയെടുക്കാൻ കഴിയുന്നു. 4434 വോട്ടിന് UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. കാണുന്നത് അതെ തീർച്ചയായും 6 റൗണ്ട് പൂർത്തിയായി. 6 റൗണ്ട് അതായത് മൂത്തേടവും അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് 6 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് 4434 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ തൊട്ടുപുറകെ M സ്വരാജുമുണ്ട്, ശക്തനായ സ്ഥാനാർത്ഥി, LDFന്റെ ശക്തനായ സ്ഥാനാർത്ഥി എന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിലടക്കം വലിയ രീതിയിൽ M സ്വരാജിന് വലിയൊരു മുൻതൂക്കം തന്നെ അവിടെ ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ M സ്വരാജിന്റെ ആ ഒരു വരവ് വലിയ രീതിയിൽ മുൻതൂക്കം LDFന് ലഭിച്ചു എന്നുള്ളതാണ്. PV അൻവറും തൊട്ടുപുറകെയുണ്ട്. 6000-ലധികം വോട്ടുകൾ നേടി PV അൻവർ അവിടെ വോട്ടുകൾ അവർ വലിയൊരു അൻവർ ഫാക്ടർ നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു അൻവർ ഫാക്ടർ വർക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത്. അത്തരത്തിൽ 4800 തന്നെ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ഉയർത്തിയിരിക്കുന്നു. 4800 വോട്ടിന്റെ 801 വോട്ടിന്റെ ഭൂരിപക്ഷം 4801 വോട്ടിന്റെ ഭൂരിപക്ഷമായി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു. ശക്തമായ മുന്നേറ്റം തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതോടൊപ്പം തന്നെ തൊട്ട് പിന്നിൽ M സ്വരാജ്, LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഇനി വരാനുള്ളത്. ആ പ്രതീക്ഷയിൽ തൊട്ട് പിന്നിൽ M സ്വരാജ് ഉണ്ട്. അവിടെ കുലുക്കമില്ല. എന്നാലും ആര്യാടൻ ഷൗക്കത്തിന്റെ 4000 വോട്ടുകൾ പിന്നിലായി തന്നെ M സ്വരാജ് ഉണ്ട്. ഒരു മുന്നേറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ LDF സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് എന്നതാണ് പറയാൻ കഴിയുന്നത്. കൂടാതെ അതിന് പിന്നിൽ PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൃത്യമായ ഒരു ഫാക്ട് അവിടെ ഉണ്ടാക്കിക്കൊണ്ട് കൃത്യമായി സാന്നിധ്യം അറിയിച്ചുകൊണ്ട് PV അൻവർ ഉണ്ട്. 14% വോട്ടാണ് PV അൻവർ നേടിയത്. 7777 വോട്ടിലേക്ക് PV അൻവറിന്റെ വോട്ട് വരുന്നു. 19472 വോട്ടിലേക്ക് LDFന്റെ വോട്ട് വരുന്നു. 24229 വോട്ടിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പിടിച്ച വോട്ടുകൾ വരുന്നു. 2786 വോട്ടുകൾ മാത്രമാണ് BJPക്ക് അവിടെ നേടാനായത്. എന്തായാലും നിലമ്പൂരിൽ ലീഡ് ഉയർത്തുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. UDFന് കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ ലീഡ്, വ്യക്തമായൊരു മേൽക്കൈ നേടിയെടുക്കാൻ അവിടെ കഴിയുന്നു. ഈ 6 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ മേൽക്കൈ നേടിയെടുക്കാൻ കഴിയുന്നു. പക്ഷേ UDFന് നിരാശനാക്കുന്നത് മൂത്തേടത്തും അതോടൊപ്പം തന്നെ വഴിക്കടവിലും പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. ഈ 2 പഞ്ചായത്തുകളിലും വലിയൊരു പ്രതീക്ഷ UDFനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അവിടെ കൃത്യമായി തന്നെ PV അൻവറിന് 7777 വോട്ടുകൾ ഈ 2 പഞ്ചായത്തുകളിൽ നിന്നായി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. 19472 വോട്ടുകളിലേക്ക് M സ്വരാജ് നേടിയിരിക്കുന്നു. 24229 വോട്ട് UDF നേടിയിരിക്കുന്നു. 4757 വോട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം. എന്തായാലും ലീഡ് ചെയ്യുന്നത് 4000-ഓളം വോട്ടുകളിലേക്ക് വരുന്നു. എന്തായാലും 24229 വോട്ടുകളാണ് ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത്. 19472 വോട്ടുകൾ M സ്വരാജ് LDF സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നു. 7777 വോട്ടുകൾ PV അൻവർ, 2786 വോട്ടുകൾ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും നേടിയിരിക്കുന്നു. എന്തായാലും വലിയൊരു ആവേശം അവിടെ UDF ക്യാമ്പുകളിൽ പ്രകടമാണ്. കൊടികൾ ഉയർത്തിയും അതോടൊപ്പം തന്നെ ചെണ്ട കൊട്ടിയും എല്ലാം തന്നെ ആ മുന്നേറ്റം അവർ ആഹ്ലാദമാക്കുകയാണ്, സന്തോഷം പങ്കെടുക്കുകയാണ്. എന്തായാലും വലിയൊരു ആവേശം നിലമ്പൂരിൽ UDFനുണ്ട്, UDF ക്യാമ്പിനുണ്ട്. പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെങ്കിൽ പോലും 4000-ഓളം വോട്ടുകൾക്ക് അവർക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. 2 പഞ്ചായത്തുകൾ അവിടെ പൂർത്തിയായിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. 6 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി 6 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ വ്യക്തമായ ലീഡ് UDFനുണ്ട്. ഇനി വരുന്നത് LDFന്റെ ശക്തമായ ശക്തി കേന്ദ്രങ്ങളായ സ്വാധീനമുള്ള മേഖലകളാണ്. അവിടെ എങ്ങനെയാണ് LDFന് വോട്ട് നേടാനാകുമോ എന്നത് തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതെ തീർച്ചയായും. കാരണം ഇനി അങ്ങോട്ട് LDFന്റെ ഒരു ആറാട്ട് ചിലപ്പോൾ കാണേണ്ടി വരും. ഇനി മുന്നോട്ടുള്ളതിൽ മൊത്തം LDFന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രതീക്ഷത്ര വോട്ട് ലഭിച്ചില്ല. മൂത്തേടത്തും പ്രതീക്ഷ 5000 കടന്നിരിക്കുന്നു. 5036 വോട്ടിന് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ട് നിൽക്കുന്നു. 5036 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് 5036 ആര്യാടൻ ഷൗക്കത്ത് മുന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രതീക്ഷത്ര ഒരു വോട്ട് നില പ്രതീക്ഷത്ര ലീഡ് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും 5036 വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടുപുറമെ M സ്വരാജ് ഉണ്ട്, അതിനു പുറമെ PV അൻവർ ഉണ്ട്. PV അൻവർ പിടിച്ച വോട്ടുകളാണ് ഇനി അവിടെ